നമ്മുടെ ക്ലോസ് ഗഡി അവന് പെട്ടെന്ന് മുഖത്തിൻ്റെ ഒരു വശം കോടണ പോലെ തോന്നി. അതുപോലെ കയ്യിന് ചെറിയൊരു പലക്കുറവ്. സമയം കളഞ്ഞില്ല, നേരെ വിട്ടു. അവർ സ്ഥിരം ഡോക്ടറെ അടുത്തേക്ക്. ക്ലിനിക്കിൽ നല്ല തിരക്കിടായിരുന്നു. ഒരു 1.5 മണിക്കൂർ കാത്തിക്കേണ്ടി വന്നു. അപ്പോഴത്തേനും ശരീരത്തിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് തളർന്നു. എന്ത് ചെയ്യുക, ഓരോ വിധി. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തോന്നിയാൽ അത് അവഗണിച്ച് ചികിത്സ തേടാൻ വൈകി അപകടമുണ്ടാക്കുന്നതിനെ പോലെ തന്നെ അബദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ ക്ലിനിക്കിലോ നിങ്ങളുടെ ഡോക്ടറുടെ വീട്ടിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോയി OPയുടെ മുമ്പിൽ വെയിറ്റ് ചെയ്ത് ക്യൂവിൽ നിന്ന് സമയം കളയുന്നത്. അത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഉണ്ടായാൽ, അങ്ങനെ സ്ട്രോക്ക് ഉണ്ടോ എന്ന് സംശയിക്കപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് അതിന് തക്ക ചികിത്സാ സൗകര്യമുള്ള ഒരു ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. തലയുടെ സ്കാനിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതുണ്ട്. തലയിൽ ബ്ലഡ് ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്നോ അത്രയും നല്ലത്. എന്തൊക്കെയാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ? നിങ്ങൾക്കറിയാം, പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ബി ഫാസ്റ്റ്. തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് തകരാറുണ്ടാകുന്നത് എന്നതിനെ ആസ്പദമാക്കി മസ്തിഷ്കാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇതിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോഡുണ്ട്, അതാണ് ബി ഫാസ്റ്റ് എന്നത്. ബി ഫോർ ബാലൻസ്, പെട്ടെന്ന് ശരീരത്തിൻ്റെ ബാലൻസ് അഥവാ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുക. ഇ ഫോർ ഐ, പെട്ടെന്ന് കാഴ്ചശക്തി നഷ്ടപ്പെടുകയോ കാഴ്ച മങ്ങുകയോ ചെയ്യുക. എഫ് ഫോർ ഫേസ്, അതായത് മുഖം ഒരു വശത്തേക്ക് കോടുക. എ ഫോർ ആം ഓർ ലെഗ്, ശരീരത്തിൻ്റെ ഒരു വശത്ത് കയ്യിനോ കാലിനോ തളർച്ച അനുഭവപ്പെടുക. എസ് ഫോർ സ്പീച്ച്, സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അല്ലെങ്കിൽ സംസാരം അവ്യക്തമാവുക. ടി ഫോർ ടൈം, ടൈം ടു ആക്ട്, സമയം പാഴാക്കാതെ പെട്ടെന്ന് പ്രവർത്തിക്കുക. അതായത് ഏറ്റവും അടുത്തുള്ള ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിൽ രോഗിയെ ഉടൻ എത്തിക്കുക. മറക്കരുത്, ബി ഫാസ്റ്റ്. സൗകര്യങ്ങൾ അപര്യാപ്തമായിട്ടുള്ള ഒരു ക്ലിനിക്കിലോ വീട്ടിലോ പോയി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മിനിറ്റുകളോ മണിക്കൂറുകളോ കാത്തു നിന്ന് സമയം കളയരുത്. ഡോക്ടർ പറയണ കാര്യം ശരിയാണ്, പക്ഷേ ആ സമയത്തെ ടെൻഷനിലേ അടുത്തുള്ള എവിടേക്കെങ്കിലും വേഗം കൂടെ കൊണ്ടുപോകാൻ തോന്നുള്ളൂ. അതൊരു പ്രശ്നം. ടൈം ഈസ് ബ്രെയിൻ. സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ ഓരോ മിനിറ്റിലും ഏകദേശം 1.5 ദശലക്ഷത്തോളം ബ്രെയിൻ കോശങ്ങളാണ് നശിച്ചു പോകുന്നത്. അതുകൊണ്ട് ചികിത്സ തേടാൻ എത്രയും വൈകുന്നുവോ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയും അത്രയും കൂടുന്നു. രോഗം പൂർണ്ണമായി ഭേദമാകാനുള്ള സാധ്യതയും അത്ര തന്നെ കുറയുകയും ചെയ്യുന്നു. So remember, time is brain. Every minute counts.